ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈദ് ഷോപ്പിംഗ് ആണ്. അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതേ എല്ലാവരും റെഡി ആവുന്നുണ്ട്. അപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുത്ത് നമ്മൾ 10ാമത്തെ 9ാമത്തെ നോമിനായിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വരുമ്പോൾ മടിയാണ് ഗൈസ് എഡിറ്റ് ചെയ്യാനൊക്കെ എടുക്കാൻ. അങ്ങനെ കുറച്ച് ലേറ്റായി. അങ്ങനത്തെ നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. എല്ലാവരും കൂടി പോവുകയാണ്. ഇപ്പം നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വെയിലും ചൂടൊക്കെ അല്ലേ, നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. എന്നാലും നമ്മളിത് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ ഡ്രസ്സ് എടുത്തുവെച്ച് എല്ലാ പ്രാവശ്യവും നമ്മളിങ്ങനെ ഇത്ര നേരത്തെ ഡ്രസ്സ് എടുക്കലില്ല. ഇപ്രാവശ്യം കുറച്ച് നേരത്തെ ആക്കിയ. അപ്പോൾ ഗൈസ്, നമ്മൾ വന്നിട്ടുള്ളത് വേറെ എവിടെയില്ല, നമ്മൾ കുന്നംകുളത്തുള്ള കേരള വസ്ത്രാലയമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വന്ന് വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ഒരു കൂപ്പൺ തരും. ഒരു 100 റുപ്പീസ് കൊടുത്തിട്ട് പാർക്കിങ്ങിൻ്റെ ലിസ്റ്റ് എടുക്കുക. ഇതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഈ ലിസ്റ്റ് കൊണ്ടുപോയിട്ട് അവിടെ കാട്ടി കൊടുത്താൽ നമ്മൾ വാങ്ങിച്ച സാധനത്തിൽ നിന്ന് ഈ 100 രൂപ അങ്ങോട്ട് കുറച്ച് തരും. ഇത് മറ്റുള്ള ഷോപ്പിലേക്ക് പോകാൻ ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യണവർക്ക് വേണ്ടി അങ്ങനെ ഒരു ചെറിയ പണിയാണ്. അങ്ങനെ നമ്മൾ നടന്നിട്ട് കേരള സ്റ്റൈലത്തേക്ക് പോകണത് കണ്ട ബോർഡൊക്കെ ഫ്ലക്സൊക്കെ. അപ്പോൾ ഞങ്ങൾ ഒട്ടുമിക്ക ഫങ്ഷൻസിന് ഇവിടുന്ന് തന്നെയാണ് ഡ്രസ്സ് എടുക്കൽ. അഫോർഡബിൾ റേറ്റ് നല്ല ക്വാളിറ്റി ഡ്രസ്സ് ഇവിടുന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും അടിപൊളി ഡ്രസ്സ് എടുക്കാൻ പറ്റും. ഞാൻ പെരുന്നാളായിട്ട് അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കസ്റ്റമേഴ്സ് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ഓരോരുത്തർക്കും ഓരോ കസ്റ്റമേഴ്സിനെ ഇവർ സെറ്റാക്കി തരും. അങ്ങനെ നമ്മൾ പോയി. ആദ്യം തന്നെ എനിക്ക്, ചിപ്പൂനും ഉമ്മാക്ക് ഞങ്ങൾ 3 ഡ്രസ്സാണ് നോക്കിയത് ഗൈസ്. അപ്പോൾ ഏതാണ്ട് അയിമൽ തന്നെ അത്യാവശ്യം നേരമായിട്ടുണ്ട്. നമ്മൾ നോമ്പൊക്കെ അല്ലേ, ഫുഡ് കഴിക്കുക അങ്ങനത്തെ ഒന്നും മെയിൻ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് സെറ്റ് ചെയ്തിരുന്നു. പിന്നെ ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിറച്ച് ഈസിയാണല്ലോ. ഇതേ അടിപൊളി കളക്ഷൻസാണ്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ നേരെ പോയി ചുരിദാർ സെറ്റ് എടുക്കാനാണ്. ഇപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും എത്തനിക്ക് ഡ്രസ്സുകളൊക്കെ അല്ലേ ഇടുന്നത്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഷറാറ ആ ഒരു രീതിയിലും മനസ്സിലുണ്ടായിരുന്നു, ഇല്ലാതില്ല. അങ്ങനെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഇല്ല. ഈ എത്തനിക്ക് ഡ്രസ്സ് എന്നുള്ള ഒരു ഇതന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അല്ലാണ്ട് കളറോ എങ്ങനത്തെ ഡിസൈനോ മെറ്റീരിയലോ ഒന്നും നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്നിട്ട് ഏത് കളറാണ് വേണ്ടതെന്ന് മാനത്തോക്കി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ ഒരു പിങ്ക് കണ്ടില്ലേ നിങ്ങൾ? ആ പിങ്കുമ്പോൾ ചിപ്പണ് നല്ല നോട്ടം വീണിക്കണ്. അത് പിടിച്ചിട്ട് അവിടുന്ന് ഓൾക്ക് ഡ്രസ്സ് സെറ്റ് ആവണ വരെ ഓളയമ്മ പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ അടിപൊളി നല്ല കളക്ഷൻസുള്ള നല്ല അഫോർഡബിൾ റേറ്റിനുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ ഒന്നെടുക്കും, അത് ഉള്ള കളറാണ്, അത് വേണ്ട, ആ ഡിസൈന് പറ്റിയില്ല, അങ്ങനെയാണ് പറഞ്ഞിട്ട് കുറേയൊക്കെ അങ്ങനെ ഒഴിവാക്കി. ഞാൻ എനിക്ക് ആ കളർ നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇട്ടുവെക്കാൻ പോവുകയാണ്. അതിൻ്റെ ചുരിദാറാണ് ഇപ്പോൾ അവിടെ നോക്കുന്നത്. നല്ല ഇഷ്ടമായിട്ടൊക്കെ നല്ല ഇഷ്ടമായിക്കണം. നല്ല രസമില്ലേ, നല്ല മൊഞ്ചത്തായിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഇതൊക്കെ ഇട്ടൊക്കെയെങ്കിലും ഞാൻ എടുത്തത് അതൊന്നല്ല, വേറെയാണ്. എനിക്ക് പിന്നെ എന്തിട്ടാലും ചെയ്യുന്നതുകൊണ്ട് ഞാൻ വേറെ കളറാണ് എടുത്തത്. ഞാൻ എൻ്റേത് കാര്യത്തിൽ തീരുമാനമായിക്ക്. ചിപ്പുതേ ഞാൻ എടുത്ത അതേ സാധനം എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അവൾക്ക് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് ഇവിടുന്നൊക്കെ വലിച്ചിടിപ്പിക്കുന്നുണ്ട്. പാവം ചേച്ചി. ഇവിടെ വലിച്ചിട്ടൊന്നും ഉമ്മക്ക് പറ്റിയിട്ടില്ല. ഞാൻ ഉമ്മ എപ്പോഴും എടുക്കൽ ഡാർക്ക് കളറുകളാണ്. ഇപ്രാവശ്യം വെറൈറ്റി ആക്കി പിടിച്ചിട്ടുണ്ട്. ഞാൻ ചിപ്പും ഏകദേശം ഒരേ വർക്കിൽ വരുന്ന പോലത്തെ ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഡ്രസ്സ് ഇതിൽ കാണാതെ ഞാൻ വീഡിയോയിൽ പെടുത്താൻ മറന്നുപോയി ഗൈസ്. അങ്ങനെ ഇതും പിന്നെ ഇതിൻ്റെ കണ്ണിൽ നിന്ന് പോണില്ലേ ഗൈസ്. ഞാൻ അത്യാവശ്യം അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഇതാണ് ചിപ്പ് എടുത്തത്. ചിപ്പ് അതും ഇതൊക്കെ നോക്കി നിന്നിട്ട് ലാസ്റ്റ് ചിപ്പ് എടുത്തത് ഈ ഒരു ഗ്രീനാണ്, ചാണകപ്പച്ചൊക്കെ പോലത്തെ കളറ് ഗൈസ്. ഇതിൻ്റെ സെയിം ഡിസൈനല്ല, ഡിസൈൻ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്നാൽ പെട്ടെന്ന് കാണുമ്പോൾ ഇതേ ഡിസൈനിലാണ് വരുന്നത്. കളർ ചേഞ്ചാണ് എടുത്തിട്ടുണ്ട്. ഒരു പീക്കോക്ക് ഒരു കളറിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഉമ്മാക്ക് നോക്കി തുടങ്ങി. ഉമ്മ ശരാര മോഡൽ ഡ്രസ്സാണ് നോക്കിയത്. അങ്ങനെ അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട്. കുറേ മിഡിയും ടോപ്പും ഷറാറയിൽ തന്നെ അടിപൊളി സെറ്റുകൾ വന്നിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ 3 ഡ്രസ്സ് നോക്കൽ തന്നെ 2-3 മണിക്കൂർ അങ്ങനെ പോയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾക്കുണ്ട് സെറ്റായി വരണ്ടേ. പിന്നെ പെൺകുട്ടികളുടെ കാര്യം അങ്ങനെ തന്നെയല്ലോ, പറയാനില്ലല്ലോ അല്ലേ. ഷേബുവിൻ്റെ ഇപ്പന്നിനെ ഇടയ്ക്ക് ക്ഷമ നശിച്ചു ഗൈസ്. ഇരുന്നിട്ട് പിന്നെ ഉമ്മാക്കും കൂടിയല്ലേ, ഉമ്മാൻ്റെയും കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മ കുറേ ഡ്രസ്സൊക്കെ വലിച്ചിടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വീണ്ടും വേറൊരു റോസ് കണ്ടപ്പോൾ ചിപ്പൂൻ്റെ
കണ്ണ് വീണ്ടും അയിമക്ക് തന്നെ പോയിട്ട് ഗൈസ്. അവൾക്ക് എന്താണോ ഈ റോസിനോട് ഇത്ര ഇത്. അങ്ങനെ ഓൾ ഇതൊന്നും എടുത്തില്ല, ഓൾ മറ്റേ പച്ചനെയാണ് എടുത്തത്. ഓളെന്തായാലും ഇത് നോക്കിയെന്നുള്ളൂ. ഓൾക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞ്. ഇത് നല്ല അടിപൊളി പ്രിൻറ്റഡ് വർക്കിൽ വരുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയിലുള്ള ഡ്രസ്സുകളാണ് ഫുള്ള്. നല്ല രസമുണ്ട്, എല്ലാത്തിനും അഫോർഡബിൾ റേറ്റാണ്. ദെൻ അങ്ങനെ നമ്മളെടുത്തത് ഇതാ ഈ ഒരു കളറാണ്. എപ്പോഴും ഞാൻ പറഞ്ഞല്ലേ എപ്പോഴും ഡാർക്ക് കളറാണ് എടുക്കൽ. ഇപ്രാവശ്യം ഒന്ന് വെറൈറ്റി ആക്കി പിടിച്ചു. അതെ ഈ ഒരു ശരാരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഷാബുവിന് നേക്കും കൂടി ക്ഷമ നശിച്ചു ഗൈസ്, ക്ഷമ നശിച്ചു. പിന്നെ അത്യാവശ്യം തിരക്കായി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ ഈദ് ഷോപ്പിംഗ് കഴിച്ച് വെക്കുകയാണ്. പിന്നെ നമ്മൾ നേക്കുള്ള ഡ്രസ്സ് നോക്കാനാണ് പോണത്. ഇത് നേക്ക് നല്ല തിരക്ക്. പിന്നെ ഇവിടെ പറയുകയാണെങ്കിൽ അടിപൊളി കസ്റ്റമൈസിങ് ആണ് ഗൈസ്. ഒരു ഫാമിലി വന്നാൽ അതിലൊരു കുട്ടി മുതൽ അതിലൊരു മുതിർന്ന ആൾക്ക് വരെയുള്ള എല്ലാ ഡ്രസ്സും എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ടൊരു കസ്റ്റമർ നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. നമുക്ക് എന്ത് വേണം ഏത് വേണം എല്ലാതും നമ്മൾ നടന്ന് ചെയ്തു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും നേഹ അടിയിൽ നിൽക്കിയിരുന്നു. ഇവരിവിടെ ബോക്സ് എടുക്കാൻ വന്നതാണ്. അങ്ങനെ നമുക്കിത് നമ്മൾ ബോക്സിൻ്റെ കൂപ്പൺ കോഡൊക്കെ കിട്ടി. അങ്ങനത് അടിപൊളി കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ അത്രയും തിരക്കുണ്ട്. എനിക്ക് തിരക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് ഇവിടെ എത്രത്തോണ്ട് കളക്ഷൻസ് ഉണ്ടെന്ന്. അങ്ങനെ ഞാനും നേഹ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേക്ക് നോക്കാൻ പോയതാണ്. സംഭവം നേക്ക് പറ്റിയ ഡ്രസ്സുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേച്ചി അടിയിൽ നിന്ന് എടുക്കാൻ പറഞ്ഞിട്ട് പോയി. അപ്പോൾ നമ്മൾ പിന്നെ കണ്ണാടി കണ്ട വെറുതെ വിടില്ലല്ലോ. ഞാൻ ചിപ്പം കയറി 2-3 വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഉമ്മമാക്കുള്ള മക്കനെ ഇട്ട് നോക്കുകയാണ്. നേക്ക് ഡ്രസ്സ് കിട്ടാത്തതിൻ്റെ ഒരു വിഷമമാണ് നിങ്ങൾ നേയുടെ മുഖത്ത് കാണുന്നത്. എന്നാൽ നമ്മൾ ഷാബുവിന് ഡ്രസ്സ് നോക്കാൻ പോവുകയാണ്. അപ്പോഴത്തെ നേക്ക് ഡ്രസ്സ് ചേച്ചി കൊടുന്നോളും. അപ്പോൾ നമുക്ക് ആ ടൈമുണ്ട് ഷാബുവിന് പോയിട്ട് ഡ്രസ്സ് നോക്കാം. ഷാബുവിന് ഇപ്രാവശ്യം നമ്മൾ വെറൈറ്റി ആക്കി പിടിച്ച് ഗൈസ്. ഒരു തരം എന്താ പറയുക, ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലോത്തിൽ ഷർട്ടും പിന്നെ ഫുൾ സ്ലീവ് ഷർട്ടും പിന്നെ ഒരു ബെഗിയാണ് നമ്മൾ എടുക്കുന്നത്. അവന് തീരെ അങ്ങനത്തെ ഡ്രസ്സൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഒന്ന് കുറച്ച് മോഡേൺ ആക്കാമെന്ന് വിചാരിച്ചു ഷാബുവിനെ. അങ്ങനെ ആ ഡ്രസ്സല്ലേ എടുത്തത്. ഈ കയ്യിലുള്ള പച്ച ഡ്രസ്സാണ്, പച്ച ഷർട്ടാണ് നമ്മൾ എടുത്തത് കേട്ടോ. അങ്ങനെ അവനക്ക് ഓരോന്ന് ഇട്ട് നോക്കുന്നുണ്ട്. ഈ പച്ചയാണ് ലാസ്റ്റ് നമ്മളെടുത്തത്. അവനക്ക് നല്ല ഇഷ്ടമായി. ഈ പ്രാവശ്യൻ്റെ സെലക്ഷൻ ആയിരുന്നു. ഈ പാൻ്റല്ല, ഇതിക്കൊരു ബേജ് കളറിലൊരു പാൻ്റായിട്ട് എടുത്തിരുന്നത്. ഷാബുവിൻ്റെ സന്തോഷം നിങ്ങൾ കാണുന്നുണ്ട് ഗൈസ്. ആ പാൻറ്റ് വന്നേക്ക് ഇതാ ഈ ഒരു പാൻറ്റും ഈ ഗ്രീൻ ഷർട്ടുമാണ് എടുത്തത്. അപ്പോൾ ഷാബുവിന് നല്ല സന്തോഷം, കാരണം അവൻ ഇങ്ങനത്തെ ഒന്നും ഇടലില്ലേ ഗൈസ്. കണ്ടോ അവൻ്റെ ചിരി നോക്ക് ഗൈസ് നിങ്ങൾ. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അവൻ്റെ ഡ്രസ്സും. അങ്ങനെ ഷാബുവിൻ്റെതും കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ മേലേക്ക് തന്നെ പോണത്. നേഹയുടെ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ നേഹയുടെ ഡ്രസ്സ് കൊടുന്നു. നമ്മൾ നേഹയ്ക്ക് ഷറാറ സെറ്റ് നോക്കാനാണ് കേട്ടോ നിന്നിരുന്നത്. അവൾക്ക് തീരെ ഇങ്ങനത്തെ ഒന്നുമില്ല, പാർട്ടി വെയർ പറഞ്ഞിട്ട് ഫ്രോക്സും കാര്യങ്ങളൊക്കെയാണ്. തീരെ ചുരിദാർ ഷറാറ അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സൊന്നുമില്ല. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഷറാറ തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഈ മഞ്ഞ ഷറാറ എടുത്തത് കുറേയൊക്കെ കാട്ടിയെങ്കിലും മഞ്ഞയാണ് എടുത്തത്. അതിൻ്റെ ഇടയിൽ ആ ബോക്സിലുള്ള വെള്ള ഷറാരമ്മ എൻ്റെ കണ്ണിങ്ങനെ പോയി. അപ്പോൾ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ വെച്ചൊക്കെ ചെയ്ത്. എനിക്ക് നല്ല ഇഷ്ടമായ ഷറാര കാണാൻ. നല്ല അടിപൊളി കളർ കോമ്പോ ഉള്ള ഷറാറായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ നേഹയുടെ പോലത്തെവർക്കൊന്നും കുട്ടികൾക്കൊന്നും പ്രത്യേകിച്ച് വൈറ്റ് എടുത്താൽ ശരിയാവില്ല. ആ വൈറ്റ് എന്നുള്ളത് വേഗം ഒരു ചിൽ കളറാക്കും ഒരു മുറ്റത്തും പറമ്പിലൊക്കെ നടന്നിട്ട്. പിന്നെ പെരുന്നാളായ പ്രത്യേകിച്ചും പുറത്തൊക്കെ പോകുമ്പോൾ നല്ല ചെളിയാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അത് മാറ്റി ഈ മഞ്ഞ നമ്മൾ ട്രയൽ ചെയ്യാൻ വിചാരിച്ച്. അങ്ങനെ നെക്സ്റ്റ് ഷാളൊക്കെ വന്നേക്ക് നല്ല സന്തോഷമായി. അതൊക്കെ നല്ല ഇഷ്ടമാണ് ഈ ഷാളൊക്കെ ഉള്ള സെറ്റ്. അങ്ങനെ നമ്മൾ ട്രയൽ ചെയ്താൽ നോക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോയിട്ടാണ്. നേഹാണ് ഭയങ്കര ഇൻട്രസ്റ്റിലാണ്. നല്ല കളറാണ് കിട്ടിയിട്ടുള്ളത്. ഒരു ഡാർക്ക് യെല്ലോ, നല്ലൊരു യെല്ലോയും പിന്നെ അതേപോലെ തന്നെ ഒരു പീക്കോക്ക് പോലത്തെ ഒരു ഡാർക്ക് ബ്ലൂ പോലത്തെ. അങ്ങനെ നേഹക്ക് നല്ല സന്തോഷം ഗൈസ്. നേഹയുടെ മുഖം നോക്കും നിങ്ങൾ. അങ്ങനെ ഈ ഡ്രസ്സ് നേഹ ഉപ്പാക്കൊക്കെ കാണിച്ചു കൊടുത്ത് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. നിങ്ങളെങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ നമ്മൾ ഇനി ഉപ്പാക്കൊരു മുണ്ടും കൂടി എടുക്കാനുള്ളൂ. അങ്ങനെ ഇന്നത്തെ നമ്മളെ പെരുന്നാൾ ഷോപ്പിംഗ് കഴിഞ്ഞു കേട്ടോ ഗൈസ്. അങ്ങനെ ഒരുവിധമായി നോമ്പൊക്കെ എടുത്തിട്ട് ആ ഒരു ടയേർഡ് അങ്ങനെ എന്താ പറയുക, നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ.
ദെൻ കടയിലെ തിരക്ക് നിങ്ങൾ നോക്കി നോക്ക്, അമ്മാതിരി തിരക്കും കളക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് ഈ തിരക്ക്. അപ്പോൾ നേരത്തെ വന്നാൽ നല്ല കളക്ഷനോട് കൂടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാം. വേഗം വേഗം ഡ്രസ്സുകളൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഡ്രസ്സിൻ്റെ കാര്യത്തിലും ക്വാളിറ്റി അടിപൊളിയാണ്. റേറ്റ് നോക്കിയിട്ട് കാര്യമില്ല. അഫോർഡബിൾ റേറ്റിൽ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരള വസ്ത്രാലയത്തേക്ക് പോകുന്നോളി. കുന്നംകുളമാണ് ഷോപ്പ് വരുന്നത്. അങ്ങനെ ഇതേ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് വണ്ടിക്ക് പോവുകയാണ്. അപ്പോൾ ഇതേ കണ്ട ബില്ലും കാര്യങ്ങളൊക്കെ. നമ്മൾ ഇത്രയും പേർക്ക് ഡ്രസ്സ് എടുത്തിട്ട് 7,800 ആ ഒരു പ്രൈസ് വന്നിട്ടുള്ളൂ. അങ്ങനെ ഇതേ നമ്മുടെ ഷോപ്പിംഗ് ഫുള്ള് കഴിഞ്ഞു. ദെൻ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കച്ചീഫുകളും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെ ഞാനും നെഹി ഉമ്മ ചിപ്പു ഞങ്ങൾ 4 ആൾ വണ്ടിക്ക് അടക്കുകയാണ്. ഉപ്പി ഷേബും ഉപ്പയുടെ വെൽഡിങ് മെഷീൻ റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് പ്രോബ്ലം വന്നപ്പോൾ അത് മേടിക്കാൻ പോയിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളോട് വണ്ടിയിലോട്ട് നടക്കാൻ പറഞ്ഞ് അങ്ങനെ ഇതേ നമ്മൾ പോവുകയാണ്. അങ്ങനെ കുറച്ച് നേരപ്പോൾ അവർ 2 ആളും വന്നു. പിന്നെ അധികം നേരമൊന്നും നിൽക്കാൻ ചെന്നില്ല, വെയിലൊക്കെ കാരണം. ഇപ്പം അങ്ങനെ 4 ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകണത് വീട്ടിലേക്കല്ലേ ഗൈസ്, നമ്മളൊരു പെറ്റ് ഷോപ്പിലേക്കാണ്. കുന്നംകുളം അങ്ങനെ ഇടയ്ക്കൊക്കെ വരുന്നവർക്കറിയാം ഈ ഒരു പെറ്റ് ഷോപ്പ്. ഇവിടെ പെറ്റ്സ് ആയാലും മീനുകൾ ഫിഷ് ആയാലും എല്ലാതും അടിപൊളി കളക്ഷൻസുള്ളൊരു കടയാണ് മക്കളെ. ഇവിടെ കയറാണ്ടല്ലോ സമയം പോകണ അറിയില്ല കേട്ടോ. അത്രപോലും ഫിഷ് മീനുകളാണെങ്കിലും കിളികളാണെങ്കിലും ഓരോ പെറ്റ്സ് കണ്ടാൽ നമ്മൾ അങ്ങനെ നിൽക്കും. അടിപൊളി പെറ്റ്സുകളുണ്ട്. ഇത് നോക്കും മുയലും താറാവും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പെറ്റ്സ് ഉണ്ട്. അപ്പോൾ പെറ്റ് ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കയറുന്നത് അടിപൊളിയാവും. ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ അരാപ്പയ്മ അലിഗേറ്ററൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് കുറേ പ്രാന്തുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. ഈ എലി ചത്ത് കിടക്കല കേട്ടോ. ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ചത്ത് കിടക്കാന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ എനിക്ക് ഉഷാറായിട്ടുണ്ടായിരുന്നു. ഇതേ കണ്ട കപ്പിൾസ് ഇരിക്കുന്ന കണ്ട കപ്പിൾസ്. ഇവിടെ പല ടൈപ്പ് കിളികളുണ്ട്. ഈ കാണുന്ന സാധനം ചെറുതാണെങ്കിലും ഇതിൻ്റെ റേറ്റൊക്കെ കേട്ടാണ്ടല്ലോ കണ്ണ് തള്ളു. അമ്മാതിരി റേറ്റാണ് സാധനങ്ങൾക്കൊക്കെ വരിക. അങ്ങനെ കുറേ കളർഫുള്ളായിട്ടുള്ള ബേർഡ്സ് ഉണ്ടായിരുന്നു ഇവിടെ. ഇതേ കണ്ടോ ഇവിടെ ഫുള്ള് കപ്പിൾസാണ്, ഇവിടെ സിംഗിൾസ് ഇല്ല. കണ്ട ഫുള്ള് നല്ല രസമുള്ള കിളികളുണ്ടായിരുന്നു, തത്തകളും. ഇതേ കണ്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളെ ഇഞ്ചിരുന്നിട്ട് എന്തൊക്കെ ചോറിൻ്റെ തിന്നണമൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഒരു റച്ചിനെ കാണാനായിട്ട്. പിന്നെ ഇതേ ഫിഷിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അടിപൊളി നല്ല കളർഫുൾ, കുറേയൊക്കെ ഇങ്ങനെ ഇട്ടാൽ തിളങ്ങും ആ നിലക്കുള്ള ഫിഷാണ്. ദെൻ ഗൈസ് അലിഗേറ്റർ അരാപ്പയ്മ ഇവിടെ ഉണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്കിത് വാങ്ങാൻ തോന്നും. ബട്ട് ഇതിൻ്റെ വിലയൊക്കെ കേട്ടാൽ ഇത് വാങ്ങുന്നവർക്ക് ഇതാണ്. പക്ഷെ നമ്മളിങ്ങനെ ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടൊന്നുമില്ലല്ലോ, നമുക്കിത് പരിചയമില്ല. അപ്പോൾ ഇങ്ങനെ വാങ്ങണം എന്നുള്ളവർ ഇവിടെ വന്നോ, നല്ല അഫോർഡബിൾ റേറ്റ് തന്നെയാണ് ഇതിനും പ്രൊവൈഡ് ചെയ്യുന്നത് ഇവർ. അങ്ങനെ അതെ നമ്മൾ കുന്നംകുളം വരുമ്പോഴൊക്കെ ഇവിടെ കയറാറുണ്ട്. പ്രത്യേകിച്ച് ചിലപ്പോഴേ എന്തെങ്കിലുമൊക്കെ മേടിക്കുള്ളൂ, എന്നാലും ഇത് കാണാൻ നല്ല രസമാണല്ലോ. ഇവിടെ പല ടൈപ്പ് കിളികളുണ്ട്. ലെമ്പക്കി വേണോ ഏത് ടൈപ്പ് പക്കികൾ വേണമെങ്കിലും ഇവിടെ കിട്ടും കേട്ടോ. ഞങ്ങൾക്ക് എല്ലാതും അവൈലബിൾ ആണ് അവിടെ. ലവ് ബേർഡ്സും അതും ഇതൊക്കെ കിട്ടും. അങ്ങനെ കുന്നംകുളമാണ് ആ സ്പോട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ പോണ വഴിക്കൊരു കടയിൽ കയറാണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ. അങ്ങനെ അതും മേടിച്ച് വീട്ടിലേക്ക് ഇട്ടു. ഈ വീഡിയോത്തിലുള്ള അടുത്തൊരു വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സി യു.